പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ ഒരു വലിയ പഠനമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ പറയുമ്പോൾ കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ, ഭാര്യയെ, ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, സ്വന്തം ജീവനെ പോലും പകയ്ക്കാത്തവന്, എൻ്റെ നാമം നിമിത്തം പകയ്ക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം എന്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കാം, ഏതൊക്കെ പദവിയിലെത്താം, ഏതൊക്കെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കാം എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ അവർക്ക് നേരെ തിരുവഴുത്തിലെ അനുഗ്രഹീതമായ ഇരുവായ്ത്തലയുള്ള വാളായ ദൈവവചനം ഉപയോഗിച്ച് ഞാൻ പറയട്ടെ. പ്രിയ സഹോദര, സുഹൃത്തെ, സഹോദരിമാരും ഈ രംഗത്ത് ഒട്ടും പുറകിലല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഭൗതികമായി, സാമ്പത്തികമായി പരിസരങ്ങളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, ഇത് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കളോട് 20 നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കൊന്ന് മടങ്ങിപ്പോകാൻ ഞാൻ ആവശ്യപ്പെടുന്നു. കർത്താവ് ആവശ്യപ്പെട്ടത്, എൻ്റെ നാമം നീ ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ, യഹൂദന്മാരുടെ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പ്രഘോഷിക്കണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, എവിടെ അയക്കുന്നോ അവിടെ, ഭൂലോകമെങ്ങും പോയി എൻ്റെ നാമം പ്രഘോഷിക്കണം. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതാണ് 22-ാം അധ്യായത്തിൽ കണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്. തൻ്റെ ഇഷ്ടം അറിയുവാൻ ദൈവം നിയമിച്ചിരിക്കുകയാണ്. മാത്രമല്ല, തൻ്റെ ഇഷ്ടം അറിയുക എന്നുള്ള കാര്യം മാത്രമല്ല, നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുവാനും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ സർവസ്വവുമായി കണ്ട് ക്രിസ്തുവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അവിടുത്തെ വായിൽ നിന്ന് വചനം സ്വീകരിച്ച് ജനത്തിന് നൽകുന്നവനാണ് ഒരു യഥാർത്ഥ സുവിശേഷകൻ, ഒരു യഥാർത്ഥ മിഷണറി, യഥാർത്ഥ പ്രേഷിതൻ. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ മഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വ്യത്യസ്ത വിധത്തിൽ വാമൊഴിയായും വരമൊഴിയായും ജീവിതം കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായ ദൈവം, എന്നെ വിളിച്ച കർത്താവ് പ്രാപ്തനാക്കിയ, അവിടുന്ന് നടത്തിയ അനുഗ്രഹീതമായ വഴികളും വിധങ്ങളും ഓർക്കുമ്പോൾ ഇന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്.